ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 67 റിവ്യൂ പറയാം. റിവ്യൂ പറയുന്നതിന് മുമ്പ് സാബുമോൻ, അതായത് റിയൽ വിന്നർ, റിയൽ വിന്നർ, ഒരു PR വർക്ക്സ് ഇല്ലാത്ത ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഫേവറേറ്റിസം ഇല്ലാത്ത ഒരു സീസൺ റിയലായി കളിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ് സാബുമോൻ. അപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി കാണാം ഗെയിമിന് ചേഞ്ച് ആക്കുമോയെന്ന് നമുക്കൊന്ന് കാണാം, ഗെയിം ചേഞ്ച് ആവുമോ എന്ന്. അപ്പോൾ എന്തായാലും എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ എപ്പിസോഡ് സൂപ്പറായിരുന്നു അല്ലേ? പക്ഷെ അതിനേക്കാളും സൂപ്പറായിരുന്നു ലൈവ്. തലേ ദിവസത്തെ ലൈവിൽ ഉറക്കം തൂങ്ങി ഇതാക്കിയിരുന്നതിന് ഈ ലൈവ് നല്ല എൻഗേജ്ഡ് ആക്കിയിരുന്നു. നല്ല ആ ഒരു സീക്രട്ട് ടാസ്ക് നല്ല രീതിയിൽ തന്നെ ആര്യനായി കൊണ്ടുപോയിട്ടുണ്ട്. ഷാനവാസ് എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷാനവാസിന് എന്തായാലും ഗെയിമിന് താല്പര്യമില്ല. ഓക്കെ, അവർ പറഞ്ഞു സീക്രട്ട് ടാസ്ക് ആണ്. സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പോലും ഷാനവാസിന് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അത് പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിന് പൊളിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഷാനവാസ് മര്യാദക്ക് നിന്ന് അത് പൊളിക്കുക, അതും ചെയ്തില്ല. അല്ലെങ്കിൽ പിന്നെ കൂടെ നിൽക്കുക, അതും ചെയ്തില്ല. ഒന്നും അറിയാത്ത, ഈ ടാസ്കിനെ കുറിച്ചേ അറിയാത്ത ആ ഹൗസിലുള്ള ഒരൊറ്റ ആൾ അനുമോളായിരുന്നു. ആ അനുമോൾ വന്നിട്ടാണ് ഗെയിം പൊളിച്ചു കൊടുക്കുന്നത്. അപ്പം ഷാനവാസിൻ്റെ വിചാരം എന്താ? ഷാനവാസ് മാസമാണ്, ഞാൻ ഗെയിം പൊളിച്ചു. ഷാനവാസ് അല്ലല്ലോ ഗെയിം പൊളിച്ചത് എന്തായാലും അനുമോളാണ്. അപ്പോൾ ഷാനവാസ് ഗെയിം പൊളിച്ചു, ഞാൻ മാസമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഗെയിം, നമ്മുടെ ടാസ്ക് ആരും ജയിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഫ്രസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ലാസ്റ്റൊക്കെ വരുന്നുണ്ട്. കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയിട്ടൊക്കെ ഉണ്ട് അത്. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ഇട്ടിട്ട് അടുത്തതായി കാണിക്കുന്നത് അനുമോൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതാണ്. ഇതേ സംഭവം നമ്മൾ വേറൊരു സീസണിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ചെയ്യണത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സെയിം സാധനം, സൂര്യ നമസ്കാരം. അപ്പം സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട് അനുമോള. അപ്പോൾ അക്ബർ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട് അതാണ് സൂര്യ നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതോ സൂര്യ നമസ്കാരം, അത് സൂര്യ നമസ്കാരം ഒന്നും അല്ല എന്ന് പറയുമ്പോൾ നിവിൻ പറയുന്നുണ്ട് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, നമ്മളിനി കളിയാക്കണ്ട, ഇനിയിപ്പോൾ എന്താ പ്രാർത്ഥിക്കണേന്ന് അറിയത്തില്ല, ചിലപ്പോൾ എന്നെ ഈ നോമിനേഷനിൽ ഔട്ടാവട്ടെ എന്നായിരിക്കും എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അതൊന്നും ആയിരിക്കില്ല, സ്ട്രാറ്റജിയൊക്കെ കറക്റ്റായി വർക്കാവട്ടെ എന്നായിരിക്കും പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ നൂറ, ബിന്നി അവരുടെയൊക്കെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കണം. ഓരോരുത്തരിനായിട്ടാണ്. ഫസ്റ്റ് നൂറനെ വിളിച്ച് ഗെയിം എങ്ങനെ പോകുന്നു, എന്താണ്, ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അനിയനെ, സഹോദരനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം ബിന്നിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഗെയിം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആര്യനെ വിളിച്ചത്. ആര്യനെ വിളിച്ചിട്ടാണ് സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നത്. ഒരു സീക്രട്ട് ടാസ്ക് തരികയാണ്. ഇന്നലത്തെ ടാസ്ക് ആര്യൻ വിജയിച്ചുകൊണ്ടാണ് ആര്യൻ ഇങ്ങനെ ഒരു ടാസ്ക് തരുന്നത് എന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ ടാസ്ക് ആര്യന് പറഞ്ഞു കൊടുക്കുകയാണ് ബിഗ് ബോസ്. ഈ ഹൗസിൽ പലയിടങ്ങളിൽ ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് കാണാതെ ആര്യൻ കഴിച്ചു തീർക്കണം എന്നായിരുന്നു ടാസ്ക്. സോ വാഷ്റൂം ഏരിയയിലോ ഡ്രസ്സിംഗ് റൂമിലോ പോയിരുന്ന് കഴിക്കാൻ പാടില്ല, പൊതുവായിട്ടുള്ള സ്ഥലമായിരിക്കണം, എന്നാൽ ആരും കാണരുത് എന്നായിരുന്നു ടാസ്ക്. എന്നിട്ട് ആര്യനോട് പറയണേ ഇതെങ്ങാനും ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ഞാനും ആര്യനുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ഇതിൽ കൂട്ടല്ല, എന്തെങ്കിലും പറഞ്ഞ് ആര്യൻ രക്ഷപ്പെട്ടോളണം എന്ന് പറയുന്നുണ്ട്. തന്ത്രപൂർവ്വം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. കഴിക്കുന്നത് പിടിക്കപ്പെട്ടാലും ഫോൺ പിടിക്കപ്പെടരുതെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ആര്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നിനെ എന്തിനാണ് വിളിച്ചത്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാമെന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല അതിനല്ല, ഇപ്പോൾ ആര്യനെ മാത്രം വിളിച്ചാൽ സംശയം തോന്നുമല്ലോ, ആ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1-2 പേരെ വിളിച്ചത്. ഇനിയിപ്പോൾ ആര്യം പോയി കഴിഞ്ഞാൽ ഒരാളെയും കൂടെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയണ്ട എന്നാലും ബിഗ് ബോസ് എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നെ വിശ്വസിക്കൂ, ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾക്കും അതിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല എന്നതാണ് സത്യം. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് വിളിക്കുന്നതാണ് നിവീനെ വിളിക്കുന്നുണ്ട്. നിവീനെ വിളിച്ചിട്ട് അപ്പം നിവീൻ വന്നിട്ട് പറയാണ് ബിഗ് ബോസ് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്, ഇതിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഓരോരുത്തരുടെ ഓവർ ആക്ഷൻ കണ്ടാൽ തന്നെ അറിയാം എന്തോ സീക്രട്ട് ടാസ്ക് തരാനാണ് വിളിച്ചതെന്ന്. പറഞ്ഞോളൂ ബിഗ് ബോസ്, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ടാസ്കൊക്കെ. അപ്പോൾ ബിഗ് ബോസ് തന്നെ ആദ്യം ആകെ ഇവനെങ്ങനെ മനസ്സിലായി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല നിവിൻ, ഞാൻ എന്താണ് വിശേഷങ്ങളും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്, സീക്രട്ട് ടാസ്ക് ഒന്നും തരാൻ വിളിച്ചതല്ല. അങ്ങനെയാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിവിൻ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ബിഗ് ബോസ്, നോമിനേഷനിൽ വരുന്ന സമയത്ത് മാത്രം ഭയങ്കര ആൻസൈറ്റിയാണ്, പിന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീക്രട്ട് ടാസ്കിൽ നിന്ന്
നിവിൻ കൺവേർട്ടായി അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് സീക്രട്ട് ടാസ്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെയുള്ള ടാസ്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തരാം നിവിൻ, ഇപ്പോൾ നിവിൻ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിവിനെ പറഞ്ഞേക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒരു ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ ചെയ്യുമ്പോൾ ആ 3 വൈബ്രേഷനിലാണ് ആര്യൻ എടുക്കുന്നത്. ഫസ്റ്റ് ഒന്ന്, കാരണം ഇവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോണല്ലോ, മാറിപ്പോയി എന്തെങ്കിലും ചെയ്യണ പോലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബർഗർ വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തിട്ട് ആര്യൻ ഒറ്റയ്ക്ക് ഫുള്ളും കഴിച്ചു തീർക്കണം, ആരെയും കാണാണ്ട് എന്ന് പറയുന്നുണ്ട്. ആര്യൻ അത് എടുത്തിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആരെയും കാണാതെ ബെഡ്റൂം അവരൊക്കെ അവിടെ കളിക്കുകയാണ്. കാക്കയെ പറപ്പറ കോഴി പറപ്പറ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ അതും കൊണ്ട് വന്നിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് ഒരു ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഓറഞ്ച് കഴിക്കണ പോലെയൊക്കെ കാണിച്ചിട്ടാണ് ബർഗർ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓറഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓറഞ്ച് കഴിച്ച പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി വരെയാണ്, രണ്ടാമത്തെ ടാസ്ക് വരെയാണ്. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കൂടെ ഒരാളെയും കൂടെ കൂട്ടാം. ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ ഒരു പിസ്സ വെച്ചിട്ടുണ്ട്, അത് രണ്ടാളും കൂടെ ആരും കാണാതെ കഴിച്ചു തീർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനും കൂടെ കൂട്ടുന്നതാണ് അക്ബറിനെ പിന്നെ ആര്യൻ പറഞ്ഞത് എല്ലാം വിശ്വാസമാണ്, ഒരു തിരിച്ചുമറു ചോദ്യമൊന്നും ചോദിച്ചില്ല. അങ്ങോട്ട് പോയി രണ്ടാളും കൂടെ സെയിം പോക്കറ്റിൽ പിസ്സ ഇട്ടിട്ട് വന്നു. അവിടെ വന്നിരുന്നിട്ട് ആരും കാണാതെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഈ ടാസ്ക് തന്നെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇനിയും 2 പേരിനെയും കൂടെ കൂട്ടാം എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആരും പറയും ഇനിയും ഒരാളെയും കൂടെ കൂട്ടാന്ന് പറയും. അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഫോൺ വിളിക്കും, ഇനി 2 പേരെയും കൂടെ കൂട്ടാം. അപ്പോൾ വീണ്ടും വന്നിട്ട് പറയും ഇനി 2 പേരിനെയും കൂടെ കൂട്ടാം. അപ്പോൾ അക്ബർ പറയും ഞാനൊരാൾ ഇനി ഒരാളെയും കൂടെ, അങ്ങനെ 2 പേര്. അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഫോൺ വിളിക്കും. അങ്ങനെയല്ല, ആര്യനും അക്ബറും കൂടാതെ ഇനി മൊത്തം 4 പേരെയാണ് പറയണതെന്ന് പറയും. അപ്പോഴാണ് വന്നിട്ട് പറയും ഒരാൾ സാബുമാനെ കൂട്ടാം, പിന്നെ ഒരാൾ ലക്ഷ്മീനെ ആക്കാൻ പറയും. എന്നിട്ട് സാബുമാനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പ്രാങ്കൊന്നും അല്ലല്ലോ, ആ ഒരു ക്വസ്റ്റ്യനെ ഉണ്ടായിരുന്നുള്ളൂ സാബുമാൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ എല്ലാ കാര്യമാണെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ കൂടെ ഉണ്ടാവും പറയും. പിന്നെ ലക്ഷ്മീനെ ഇതാക്കാനാണ് പോകുന്നത്. ലക്ഷ്മീനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ലക്ഷ്മി അതെങ്ങനെ ആർക്കും കൊടുക്കാതെ കഴിക്കും, ബിഗ് ബോസ് അങ്ങനെ ചെയ്യില്ലല്ലോ, ബിഗ് ബോസ് എല്ലാവർക്കും ഒരേപോലെ അല്ലേ എന്നൊക്കെ ഭയങ്കര നന്മമരം കളിയായിരുന്നു ലക്ഷ്മിക്ക്. എന്നിട്ട് പിന്നെ അങ്ങനെയല്ല, ഇത് ഒരു ടാസ്ക്കാണ്, സീക്രട്ട് ടാസ്ക്കാണ്, നീ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ സത്യമാണെങ്കിൽ കൂടെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിലാണ് ഫുഡ് വരുന്നത്. ആദ്യം ആര്യൻ പോയിട്ട് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു വന്ന് മറിച്ച് വെച്ചിട്ട് കൊണ്ടുവരും. അതിനുശേഷം പിന്നെ ലക്ഷ്മി പോയിട്ട് സ്പ്രൈറ്റിൻ്റെ ഒരു ബോട്ടിലാണ്, സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ലക്ഷ്മി സത്യമാണോ, ശരിക്കും ഇത് സത്യമാണോ, അപ്പോൾ ലക്ഷ്മിക്ക് ആർക്കും കൊടുക്കണ്ടേ വേണ്ടേ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഫുഡ് കണ്ടതും പിന്നെ വേഗം എടുക്കുക നമുക്ക് കഴിക്കാം എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കൊളാക്കി കൈ കൊടുക്കും ലക്ഷ്മിന്ന്, പക്ഷേ ഇല്ല. എന്നിട്ട് പിന്നെ ആര്യം പറഞ്ഞു ഇത് എൻ്റെ സീക്രട്ട് ടാസ്ക്കാണ്, ഭക്ഷണം കാണുമ്പോഴത്തേനും ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും ഒരു മൂലക്ക് പോയി ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഇപ്പോൾ ലക്ഷ്മി പൗഡർ റൂമിൽ പോയിരുന്നിട്ട് സാബുമാനും അക്ബറൊക്കെ ആ ബെഡ്റൂമിൽ തന്നെ വേറൊരു സൈഡ് അയൺ ചെയ്യുന്ന സൈഡ് പോയിട്ടിരുന്നിട്ട് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ടാസ്ക് വന്നതാണ് വേറെ ആരെയെങ്കിലും ഒരു 2 പേരെയും കൂടെ കൂട്ടണം എന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ജീവനുള്ള ആളും ഉണ്ടാവും. ആ ജീവനുള്ള ആളെ ഒളിപ്പിച്ച് വെക്കണം ആരും കാണാതെ. അതുപോലെ ഫുഡ് എല്ലാവരും കൂടെ കഴിച്ചു തീർക്കണം മറ്റുള്ളവരെ കാണാതെ എന്ന്. പക്ഷേ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു, ബിന്നി ആയിരുന്നു. ബിന്നിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, അപ്പം ബിന്നിക്ക് വിശ്വാസമില്ല, ഇതെന്തോ ഇവരെന്തോ പ്രാങ്ക് ചെയ്യണം, എന്തോ കളിപ്പിക്കണം. എന്നിട്ട് ലക്ഷ്മി പറഞ്ഞ് ഇതാക്കി ആര്യനും പറഞ്ഞ് പിന്നെ തെളിവൊക്കെ കാണിച്ചു കൊടുത്തു. ഇവർ കഴിച്ച ചിക്കൻ്റെ എല്ലും കഷ്ണമൊക്കെ കാണിച്ചു കൊടുത്ത്, കുടിച്ച സ്പ്രൈറ്റിൻ്റെ ബോട്ടിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ സ്പ്രൈറ്റ് എങ്ങനെ ഇവർ കുടിച്ചെന്ന് വെച്ചാൽ ഇവരുടെ വാട്ടർ ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് സ്പ്രൈറ്റ് ഒഴിച്ചിട്ട് വെള്ളം കുടിക്കണ പോലെ കുടിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ കൂടെ തന്നെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നെ ഇത് ബിന്നിനെ പറഞ്ഞ്, അപ്പോൾ ബിന്നി വിശ്വസിച്ച്. പിന്നെ അടുത്ത ആളാണ് ഷാനവാസ്. അപ്പോൾ ബിന്നിയും ലക്ഷ്മിയും പറയുന്നുണ്ട് ഷാനവാസ് നല്ലൊരു ഓപ്ഷനല്ല, പെട്ടെന്ന് മറ്റുള്ളവർ കണ്ടുപിടിക്കും. കാരണം പട്ടാ ഗേൾസ് ഉണ്ടല്ലോ അവിടെ, നൂറ, ആദില, അനുമോള്, അവർ ഷാനവാസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അവർക്ക് അങ്ങനെ നമുക്ക് നിവീനെ നോക്കാം എന്ന് പറയുന്നുണ്ട്. സോ അത് പറഞ്ഞ് അവർ സംസാരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അക്ബർ ഷാനവാസിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും ഓക്കെ ഇനിയിപ്പോൾ നിവീനോട് സംസാരിക്കേണ്ട, ഷാനവാസിനോട് അക്ബർ സംസാരിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അക്ബർ എങ്ങനെ സംസാരിച്ചിട്ടും ഷാനവാസ് ആദ്യമൊക്കെ
ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ? ഷാനവാസിന് അറിയില്ല അങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്ന ഒന്നും അറിയത്തില്ല. ഫസ്റ്റത്തെ സീസണൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു ടാസ്ക്? ഇത് വിശ്വാസമില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും കൺവിൻസ് ആവുന്നില്ല. ആര്യൻ വന്ന് പറയുന്നുണ്ട്, കൈ മണപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പീസിൻ്റെ എല്ലാം കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിശ്വാസമാണല്ലോ. അതെന്തിനാണ് അങ്ങനെ ഒരു ടാസ്ക് തന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഷാനവാസ്. എന്നിട്ട് പിന്നെ ആര്യൻ്റെ കയ്യിലുള്ള ഫോൺ ആര്യൻ എന്തിനോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതെനിക്ക് കാണണം പറഞ്ഞിട്ട് ആര്യനെ ഇങ്ങനെ ഒന്ന് ഇതാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ദേഹത്ത് തൊടണ്ട, മാൻ നിൽക്ക്, ഇത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നാൽ ഇല്ല എനിക്കറിയണം, ഇതും കൂടെ കാണിച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യൻ പറയുന്നുണ്ട്, അതൊരു മെഷീനാണ്, വൈബ്രേഷൻ വരുന്ന മെഷീനാണ്, അത് വൈബ്രേഷൻ വരുന്നതാണ് എനിക്ക് സിഗ്നൽ, അപ്പോഴാണ് നമ്മുടെ സ്റ്റോർ റൂമിൽ ഫുഡും ആളും വരുള്ളൂ. അപ്പോൾ അത് ഒളിപ്പിച്ച് വെക്കണം, എന്നിട്ട് നമ്മൾ കഴിച്ചു. അപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് ഷാനവാസിന് അറിയാം, എങ്ങനെ ഫുഡ് വരുമെന്ന് ഷാനവാസിന് അറിയാം, അതെങ്ങനെ ഇവർ കഴിക്കണമെന്ന് പോലും ആര്യൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഷാനവാസിന്. ഇതൊക്കെ ഷാനവാസിനെ അറിഞ്ഞിട്ടും ഷാനവാസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഷാനവാസ് എന്താ ടൈപ്പിനും ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മി വിളിച്ചിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെയല്ല, ഇത് കാര്യമായിട്ടാണ്, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടും ഷാനവാസിന് അതൊരു വിശ്വാസം ആവുന്നില്ല. ചിലപ്പോൾ ഷാനവാസ് വിചാരിച്ചിട്ടുണ്ടാവും ഇത് പൊളിക്കാൻ, പക്ഷെ അത് മര്യാദക്ക് പൊളിച്ചൂല. ഇത് വെച്ചതാണെങ്കിൽ ചിലപ്പോൾ ഷാനവാസിനൊരു ഇത് വന്നിട്ടുണ്ടാവും, പക്ഷെ അത് ഷാനവാസിന് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം. എന്നിട്ട് പിന്നെ ആദിലിനോട് വന്ന് പറയുന്നു, ഇവിടെ ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് എന്ന്. അനീഷിനോട് പോയി പറയുന്നു. പിന്നെ നിവീനോട് പോയി പറയുന്നുണ്ട്, ഇങ്ങനെ ഫുഡ് വരുന്നുണ്ട്, എല്ലാവരും നമ്മൾക്ക് തരാതെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പം നിവീൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഫുഡ് വന്നിട്ട് നമുക്കൊന്നും തരാതെയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് വീണ്ടും കോൾ ചെയ്തിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസിനോട് പറഞ്ഞത് പ്ലാന് പാളിപ്പോയില്ലേ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 5 പേർക്കും കൂടെ ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഓക്കെ ഞങ്ങൾ ചെയ്ത് തീർക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ പ്ലാൻ മാറ്റാം, ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയി വെക്കാം, ഫുഡും ആളിനെയും ആക്ടിവിറ്റി ഏരിയയിലാക്കാം, അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അനുമോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഷാനവാസ് എല്ലാവരോടും പറയുന്ന സമയത്ത് അനുമോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സാബ്മാൻ ഇവിടെ മറ്റുള്ള സ്റ്റോർ റൂമിലാണ് ഫുഡ് വരാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മറ്റുള്ളവരെ പുറത്തേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാബ്മാന് ഫ്രാക്ചർ ആവുന്ന പോലെ, അതായത് വർക്കൗട്ട് ചെയ്തിട്ട് ഫ്രാക്ചർ ആവുന്നതുപോലെ എന്തെങ്കിലും സൗണ്ട് ഇടുകയോ അങ്ങനെ ഫ്രാക്ചർ ആയ പോലെ കാണിക്കുകയോ ചെയ്താൽ എല്ലാവരും പുറത്തേക്ക് വരുമല്ലോ. ആ വരുന്ന സമയത്ത് സ്റ്റോർ റൂമിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇവർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ പ്ലാൻ അനുസരിച്ചിട്ട് സാമ്മാൻ പുറത്ത് അനുമോളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷമാണ് പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പ്ലാൻ മാറ്റി ആക്ടിവിറ്റി റൂമിലാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇതൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ബാക്കി വീട്ടിനകത്തുള്ള എല്ലാവരും ഇതറിഞ്ഞ് ഷാനവാസ് എല്ലാവരും അറിയിച്ച്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയാണ്, ആക്ടിവിറ്റി ഏരിയയിൽ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷാനവാസ് ആദില നൂർ എന്താണെന്ന് അറിയിച്ചു, സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുകയാണ്. എന്തിന്? ഇവർ ഫുഡ് എടുക്കുന്നതും ആളെ വിളിച്ചുകൊണ്ട് വരുന്നതും കാണിക്കാൻ. പക്ഷേ ബിഗ് ബോസ് അവിടെ പ്ലാൻ മാറ്റി. ബിഗ് ബോസിന് ഈ പ്ലാനിൽ ഇവർ ജയിക്കണം എന്നായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് ബിഗ് ബോസ് പ്ലാനാക്കി. തോക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിന് അത് അവിടെ തന്നെ വെക്കാം. പക്ഷേ അല്ല, ആര്യൻ ടീമും ജയിക്കണം എന്നുള്ളതായിരുന്നു ബിഗ് ബോസിൻ്റെ പ്ലാന്. അപ്പം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവനിക്ക് വൈബ്രേഷൻ വന്നാൽ അവനിപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് ഫുഡ് എടുക്കാൻ വരും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടിരിക്കണം. അപ്പോഴേക്കും ലക്ഷ്മി പോയിട്ട് മറ്റേ സാബ്മാനോട് പറയുന്നുണ്ട്, അനുമോൾ അകത്തേക്ക് പോയി. അപ്പോൾ സാബ്മാനോട് പറയുന്നുണ്ട്, പിന്നെ അവരിപ്പോൾ സ്റ്റോർ റൂമിലാണ് സാധനം വരുന്നു പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു കാര്യം ചെയ്യുക, അവരെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആ സ്റ്റോർ റൂമിൻ്റെ മുന്നിൽ വട്ടം കറങ്ങണ പോലെ കറങ്ങുക, അപ്പോൾ അവരങ്ങോട്ട് ശ്രദ്ധ പോയിക്കോളും. അപ്പം നമുക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് സാധനങ്ങൾ വരുന്നത്, അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട്. സാബ്മാൻ അതേപോലെ തന്നെ പോയി ചെയ്യുന്നുണ്ട്. സ്റ്റോർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ആക്ടിവിറ്റി ഏരിയയിൽ ഇങ്ങനെ വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പോയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആര്യൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് ആര്യൻ ഇട്ട ഡ്രസ്സ് ആ പുള്ളിക്ക് മാറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫുഡ് വന്നെടുത്തിട്ട് ഈ അലക്കിയിട്ട കുറേ ബാഡ തുണികൾ പോലെ സോഫയിൽ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ആദ്യം കൊണ്ടുപോയിട്ട് സിഗരറ്റ് റൂമിലാണ് നമ്മുടെ ഈ ഒളിപ്പിച്ച് വെക്കുന്നത് ആളെ. കുറച്ച് നേരം ആയിട്ടും ഇവർ ഇങ്ങനെ പ്ലാനിങ് ഇവിടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എവിടെ ഒളിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ലൈവിൽ കുറേ സോഫയൊക്കെ മാറ്റിയിട്ട് പുറത്ത് ഗാർഡൻ ഏരിയത്തെ സോഫയൊക്കെ മാറ്റിയിട്ട് അവിടെ ഇതാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അവർ. അതൊന്നും ഇതിലില്ല, പക്ഷേ ലൈവിൽ കാണിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, വന്ന ആളെ ഒരുപാട് നേരം ഒരു സ്ഥലത്ത് തന്നെ നിർത്താൻ പറ്റില്ല, പല സ്ഥലത്ത് മാറ്റണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇയാളെ വിളിച്ചിട്ട്
വാഷ്റൂമിലേക്ക് പോണ സമയത്ത് അനുമോൾ കാണുന്നുണ്ട്. പക്ഷെ അനുമോൾ ആര്യനാണെന്നാണ് വിചാരിച്ചത്. ആര്യൻ്റെ ഡ്രസ്സ്, ആര്യൻ അപ്പം ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ കാണുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ എന്തിനാ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ വരാം, എന്താ ആര്യ എന്ന് പറഞ്ഞിട്ട് അക്ബർ തോളിൽ കൈയിട്ടിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വാഷ്റൂമിലേക്ക് കയറ്റിയിട്ട് കോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ കോഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ അനുമോൾ വർക്കൗട്ട് ചെയ്താണല്ലോ. അപ്പോൾ വാഷ്റൂം ഏരിയയിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട് ബാത്റൂമിൽ പോകാൻ. അപ്പോൾ തുറക്കുന്നില്ല. ആദ്യം ഒരു എന്തോ പറഞ്ഞു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ആ സമയത്ത് ആര്യനും അക്ബറും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇവിടെ തുറക്കാത്തതുകൊണ്ട് ഇവിടെ തന്നെ മുട്ടിയും കൊണ്ട് നിൽക്കുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? അനുമോളിനെ മാറ്റി കൊണ്ടുപോകണ്ടേ? ഇവർ അനുമോളിനെ മാറ്റിയില്ല. ഇവർ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ അവിടേക്ക് ആദില വരികയാണ്. ആദില വരുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇതിനകത്ത് ആരോ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദില പറയുന്നുണ്ട് മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്, നീ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നാൽ പിന്നെ സീക്രട്ട് ടാസ്കിൻ്റെ ഒരാൾ വാഷ്റൂമിലുണ്ട്, കുറേ നേരമായി ഇവിടെ ഇരിക്കണം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇരിപ്പ് തുടങ്ങി. അപ്പോഴത്തേനും ഈ നമ്മുടെ ലക്ഷ്മി വരുന്നുണ്ട് എന്താണെന്ന് നോക്കാൻ വരുമ്പോൾ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ലക്ഷ്മിയുടെ ഓവർ ആക്ടിങ് വല്ലാതെ ഓവർ ആക്ടിങ് ആവുന്നുണ്ട്, ഞങ്ങൾ പിടിച്ച് ലക്ഷ്മി നിങ്ങൾ ആര്യൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടുവന്ന ഒരാളിനെ കൊണ്ടുവന്നല്ലോ, അയാളിനെ അദ്ദേഹം ബാത്റൂമിലുണ്ട്, അയാളിനെ പിടിച്ചിറക്കി ഞങ്ങൾക്ക് കാണണം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല പറഞ്ഞിട്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവരോട് പറയേണ്ട ആര്യനോടും അക്ബറിനോടും പറയുമ്പോൾ അവരെന്താ പറയുന്നത്, ആര് വന്ന് നമുക്കറിയില്ല, ആരോ വന്ന് വാഷ്റൂമിൽ കയറി അവരവിടെ ലോക്കായി പോയി, നമ്മൾക്കൊന്നും അറിയില്ല പറഞ്ഞിട്ട് പിന്നെ അവരപ്പുറത്ത് പോയിരുന്നിട്ട് ഈ വന്ന ബിരിയാണിയാണ് ബക്കറ്റ് ബിരിയാണിയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനുമോൾ അവിടെ ഇരുന്നിട്ട് മുട്ടിക്കൊണ്ടേ ഇരിക്കണേ. എന്നിട്ട് പറയുന്നുണ്ട് അണ്ണ പിടിച്ചെണ്ണ പുറത്തിറങ്ങണ്ണ, അണ്ണൻ്റെ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ അണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസിനോട് ആദിൽ പറയുന്നുണ്ട് ഇതിനകത്ത് ആളുണ്ട് പറയുന്നുണ്ട്. ഞോറ വരുന്നുണ്ട്. ഞോറനോടും പറയുന്നുണ്ട്. ഞോറയും പറയുന്നുണ്ട് അണ്ണ ഇറങ്ങണ്ണ പിടിച്ച് ഈ ടാസ്ക് ആരുടെ അടുത്താണോ കൊടുത്തത് അവരെ തന്നെ പൊളിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്, നല്ല ആൾക്കാരെയാണ് ടാസ്ക് ഏൽപ്പിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് സാബുമാൻ പറയുന്നുണ്ട് നിങ്ങൾക്കും കൂടെ ഗുണപ്രദമായ ഒരാളാണ് ഇതിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആണോ എന്നാൽ പിന്നെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് ഈ സൗണ്ട് കേട്ടിട്ട് സാബു അണ്ണനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ആദിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ കണ്ടസ്റ്റൻസ് ആരെങ്കിലും ആയിരിക്കുമോ വന്നത് എന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് എന്ത് ഈ കക്കൂസിൻ്റെ ഉള്ളിൽ ഇരിക്കാനോ പഴയ കണ്ടസ്റ്റൻറ്റ് വന്നിരിക്കുന്നത് പറയുമ്പോൾ അല്ലേ അത് അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സാബുമാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്, ഫേസ് ചെയ്ത മാസ്കും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ പിടിച്ചതിന് ശേഷം പിന്നെ ഷാനവാസിൻ്റെ ഡാൻസ് അത് അൺസഹിക്കബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് അല്ല പിടിച്ചേക്കുന്നത് ഒന്നും അറിയാത്ത അനുമോളാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ഡാൻസ്, കാരണം ഇവരുടെ ടാസ്ക് പൊളിച്ചല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ അനീഷിനോട് സാബുമാൻ തന്നെ വരുന്നുള്ളൂ ഇപ്പോൾ പറഞ്ഞിട്ട് സാബുമോൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ അറിയോ ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താ അറിയണ്ടേ ഞാൻ ഫസ്റ്റ് സീസണൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല നിനക്ക് കൂടുതൽ ആരെയും അറിയാൻ വഴിയില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലല്ലോ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം മുമ്പിനെ ഉള്ളിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്തത്, എന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലൗഡായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ നിവിൻ കിച്ചണിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓടി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് വെൽക്കം ചെയ്യുന്നുണ്ട് സാബുമോനെ. അതിനുശേഷമാണ് പിന്നെ നിവിന് ദേഷ്യം വന്നപ്പോഴേക്കും ആര്യനോട് പറയുക എനിക്ക് വേണ്ട ആൾക്കാരെ മാത്രം ടാസ്കിലേക്ക് കൂടെ കൂട്ടി എന്നെ കൂടെ കൂട്ടിയില്ല, ഇത് പേഴ്സണൽ ഗ്രഡ്ജാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആര്യനും അക്ബറും വന്നിട്ട് എന്താണെന്ന് പറയുന്നത് ഇനിയും ടാസ്കുകൾ നടക്കാനുണ്ട്, അപ്പോൾ ഇതിൽ കൂടുതൽ ഫുഡ് ഇനിയും കിട്ടണ്ട, അപ്പോൾ കൂടുതൽ ഫുഡ് ആവുന്ന സമയത്ത് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ഈ ഷാനവാസ്കയായിട്ട് കൊളാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പിടിച്ച് ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിവിൻ സമ്മതിക്കുന്നില്ല. എന്നാലും നീ ഈ അക്ബറിൻ്റെ വാക്കല്ലേ നിനക്ക് വേദവാക്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് സാബുമോൻ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ ഈ ലാസ്റ്റ് ടാസ്കിലും നിവിനെ കൂട്ടിയില്ലേ, വല്ലാത്തൊരു കഷ്ടമായി, അതും ഫുഡിൻ്റെ ടാസ്കൊക്കെ വന്നിട്ട് എന്ന് പറയുമ്പോൾ നിവിനും സാബുമാനും കൂടെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ നിവിനെ, നിന്നെ ഒന്നിനും കൂട്ടാത്തത് എന്നുള്ള രീതിയിലൊക്കെ സാബുമോൻ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നിവിൻ പറയുന്നുണ്ട് അക്ബറിൻ്റെ ഇതൊക്കെ അക്ബറിൻ്റെ കളികളാണ്, അക്ബർ പറയുന്നതാണ് അവൻ കേൾക്കുള്ളൂ, എനിക്ക് ഫുഡ് തരാണ്ട് ടാസ്കിൽ ഫുഡ് കഴിച്ച് എല്ലാവരുടെയും വയറിളകി പോട്ടെ, എല്ലാവരും നോമിനേഷനിൽ ഔട്ടായി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് റൂമിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സാബുമാനും
സാബു മോനും എല്ലാവരും കൂടെ ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ഗ്രൂപ്പ് കളികളെക്കുറിച്ച്. അക്ബറിൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും ഔട്ടായി പോയതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അക്ബർ ഗ്രൂപ്പ് കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് കൂട്ടുന്നല്ല, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഗ്രൂപ്പ് കൂട്ടി അത് കുരുതി കൊടുത്ത പോലെയാണെന്നൊക്കെ അക്ബറിനെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇക്ക നിങ്ങൾ അങ്ങനെ മാത്രം പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലടാ അത് പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർ ഔട്ടായി പോയതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം എന്തായി കുരുതി കൊടുത്തു, കണ്ടില്ലേ അണ്ണാക്കി പിരിവെട്ടി അവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഡാൻസ് കളിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യണത്? ഷാനവാസ് നല്ലൊരു ഗെയിമറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇപ്പം അത് എന്താ പറയുക, വെറുപ്പിക്കൽ. ഇതിനേക്കാളും ബെറ്റർ അനീഷാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഷാനവാസ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് അങ്ങോട്ട് ഒരു ഓവറാക്കി ചളാക്കി കൊളാക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഷാനവാസിൻ്റെ ഗെയിം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് സാബുമോൻ വന്നപ്പോൾ ഈ ബിഗ് ബോസ് വെൽക്കം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനും കൂട്ടരും ആ ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്ത് അവസാനിപ്പിച്ചു, ചെയ്ത ദൗത്യം കറക്റ്റായി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന് കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിവിന് വഴക്കിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം പിന്നെ രാത്രി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസും ആര്യനും തമ്മിലുള്ള വഴക്കാണ്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് നിങ്ങൾ തോറ്റതിൻ്റെ ഫ്രസ്ട്രേഷൻ എന്നോട് കാണിക്കേണ്ട, കൊണ അടിക്കേണ്ട, അവിടെ പോയി ഇരിക്കുക എന്നാണ് ആര്യൻ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, എൻ്റെ അമ്മയെ കൂട്ടിയാണോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തള്ളി ഇതാക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അമ്മേനെ പറഞ്ഞു. ആരും അമ്മേനെ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അത് നിങ്ങളുടെ തോന്നലല്ലേ, അതെങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു പറഞ്ഞിട്ട് ഉന്തലും തള്ളലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് വിചാരിച്ചു അവർ ടാസ്കിൽ തോറ്റു എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് ടാസ്കിൽ അവർ ജയിച്ചു, നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയുള്ള അനൗൺസ്മെൻറ്റ് വന്നത്. അത് കേട്ടപ്പോൾ പിന്നെ ഷാനവാസിന് സഹിക്കില്ല, അതിനോടുള്ള ഈ ഫ്രസ്ട്രേഷൻ തീർക്കലായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ഒന്നും തള്ളക്കായിരുന്നു. അപ്പോൾ അനീഷ് പോയി പിടിക്കുന്നുണ്ട് ഷാനവാസ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സാബു ചേട്ടൻ വന്നത് എന്തിനാണെന്ന് നമ്മൾക്ക് ആദ്യം അറിയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് പിടിച്ച് മാറ്റേണ്ട, അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ ഇരുന്നു, എന്തിനാ അനീഷ് ഇടയിൽ പിടിക്കാൻ പോയി? അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എപ്പിസോഡ് ഇന്നലത്തെ കഴിഞ്ഞത്. ലിവിങ് റൂമിൽ പോയി ഇരുന്നിട്ടൊന്നുമില്ല, കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു കൂളായപ്പോൾ എല്ലാവരും എണീച്ച് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. സോ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഷാനവാസ് കുറച്ച് ഓവറാണ് എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.